all, welcome to Basic Kitchen. ഇന്നത്തെ റെസിപ്പി പാൻ സാൻഡ്വിച്ച് ആണ്. അതിനായി ഞാനിവിടെ 4 എഗ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 4 സ്ലൈസസ് ഓഫ് ബ്രെഡ്. ഇനി ഇതിലേക്ക് വേണ്ട സോസേജസ് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ചിക്കനും യൂസ് ചെയ്യാവുന്നതാണ്. ബോൺലെസ് ചിക്കനാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തതായി അതേ പാനിലേക്ക് തന്നെ മാറ്റി വച്ചിട്ടുള്ള എഗ് ബീറ്റ് ചെയ്ത് ഒഴിക്കേണ്ടതാണ്. അടുത്തതായി 2 സ്ലൈസ് ബ്രെഡ് എഗ്ഗിന് മുകളിലായി വെച്ച് കൊടുക്കാം. ബ്രെഡിന് ഇരുവശവും എഗ്ഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും ചേർക്കാവുന്നതാണ്. സാൻഡ്വിച്ച് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 4 എഗ്ഗ് ബീറ്റ് ചെയ്തതിൽ അതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലായി ചീസ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജസ് വെക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഏത് തരം സോസസും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുക്കുംബർ, ലെറ്റ്യൂസ്, ടൊമാറ്റോ എന്നിങ്ങനെയുള്ള വെജിറ്റബിൾസും ലെയറായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഓംലെറ്റിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള എഡ്ജസ് ബ്രെഡിലേക്ക് ഒന്ന് മടക്കി ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു വശത്തെ ബ്രെഡ് മറുവശത്തെ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് അതിനെ സാൻഡ്വിച്ചാക്കി എടുക്കാവുന്നതാണ്. ആദ്യത്തെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഓംലെറ്റ് ഒന്ന് കുക്കായി വന്ന ശേഷം അതിനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ഓംലെറ്റ് ബ്രേക്ക് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഓംലെറ്റിൻ്റെ എഡ്ജസ് ബ്രെഡിനകത്തേക്ക് ഒന്ന് മടക്കി ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായി ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന സോസേജസ് ഒന്നൊന്നായി വച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. അതിന് മുകളിലേക്ക് ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വശത്തെ ബ്രെഡ് മറുഭാഗത്തെ ബ്രെഡിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ട്രയാങ്കിൾസായി കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ബേസിക് കിച്ചൺ.